മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യിരെമ്യാവ് 13 കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ എന്ന് യിരെമ്യാവ് ചോദിക്കുന്നു. കൂശ്യർ എന്നാൽ ഇന്നത്തെ എത്യോപ്യൻസ് ആണ്. അവർ പൊതുവെ ഇരുൾ നിറമുള്ളവരാണ്. ഒരുപക്ഷെ മിരിയാമിനും സഹോദരനും കൂശ്യ സ്ത്രീയുടെ നിറം, ജാതി, ഷെയ്പ്പ്, ജീവിത രീതി, ഭാഷ, ഭക്ഷണം തുടങ്ങിയവ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആയതിനാൽ അവർ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ അവർ സംസാരിക്കുന്നതിനെതിരെ മോശ സംസാരിക്കുന്നില്ല. കാരണം 3-ാം വാക്യത്തിൽ മോശ എന്ന പുരുഷൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും ആദ്യ സൗമ്യനാണെന്ന് ദൈവം തന്നെ മോശയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ചിലർ നമ്മുടെ നിറം, ജാതി, കുടുംബം, നമ്മുടെ ഷെയ്പ്പ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്നിവയെ പുച്ഛത്തോടെ വീക്ഷിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നവരാകാം. അവിടെയെല്ലാം മോശയെപ്പോലെ ദൈവസന്നിധിയിൽ സൗമ്യതയുടെ ഭാഷയിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ മോശ സൗമ്യനായി നിന്നപ്പോൾ ദൈവം പെട്ടെന്ന് ആ വിഷയത്തിൽ ഇടപെട്ടു. നിറം കുറഞ്ഞവളെ നോക്കി നിറം കൂടിയവർ പരിഹസിച്ചപ്പോൾ അവളുടെ നിറം പിന്നെയും ഹിമം പോലെ വെളുത്തു. അത് കുഷ്ഠമായി തീർന്നു. അവൾ പാളയത്തിന് പുറത്താക്കപ്പെട്ടു. 3-ാം വാക്യത്തിൽ മോശ സൗമ്യനാണെന്ന് പറയുമ്പോൾ 7-ാം വാക്യത്തിൽ മോശ എൻ്റെ ഗ്രഹത്തിലൊക്കെ വിശ്വസ്തനാണെന്ന് പറയുന്നു. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനും സൗമ്യനുമാണോ? എന്നാൽ നിനക്ക് വിരോധമായി വരുന്ന സകല വിഷയവും ദൈവം ഏറ്റെടുക്കും.